പ്രിയപ്പെട്ട സാനുമാഷ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സാനുമാഷ് ഇരിക്കുന്ന വേദിയിൽ ഞാൻ എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് അധിക പ്രസംഗമായി പോവും. അതുകൊണ്ട് ഞാൻ അത്തരം ഒരു സാഹസത്തിന് മുതിരുന്നില്ല. മാഷെക്കുറിച്ച് ആദ്യം ഞാൻ കേൾക്കുന്നത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. നിങ്ങൾക്കും അറിയായിരിക്കും, മമ്മൂക്കയുടെ ഒരു ആത്മകഥ അന്ന് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നു മനോരമ ആഴ്ചപ്പതിപ്പിൽ. അപ്പം അമ്മ ഇങ്ങനെ വായിച്ചിട്ട് എനിക്കും പറഞ്ഞു തരും. മമ്മൂക്കയുടെ അധ്യാപകനായിരുന്നു MK സാനുമാഷ് എന്ന അറിവാണ് ആദ്യമായിട്ട് മാഷിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. പിന്നീട് ഒരുപാട് രചനകൾ മാഷിൻ്റേത് വായിച്ചിട്ടുണ്ട്. മാഷിനെ TV-യിലൂടെ കാണാറുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അതൊരു ഭാഗ്യമായി കരുതുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ LC ഇവിടെയുണ്ട്. അപ്പോൾ ഡോക്ടർ LC ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളാണ്. ശരിക്കും ഇന്ന് ശ്രീകണ്ഠൻ സാർ ഇവിടെ വരേണ്ടതാണ്. അദ്ദേഹത്തിന് ഈ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മാധ്യമ പ്രവർത്തന മേഖലയിലെ തെളിമയാർന്ന 40 ആണ്ട് പൂർത്തീകരിക്കുന്ന വർഷത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചതെന്നത് ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനമാണ്. അപ്പോൾ ആ പുരസ്കാരം ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ന് ഔദ്യോഗികമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടത്. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കുഞ്ഞുങ്ങളായിട്ടുള്ളവർ മാത്രം, വിദ്യാർത്ഥികൾ. ഓക്കെ, കൈതാത്തിടാം. അപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടി പുരസ്കാരങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. SKN സാർ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. നമുക്കറിയാം, പഠന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴാണെങ്കിലും ഒക്കെ ചില ആൾക്കാർ നിങ്ങളോട് പറയും, നമുക്കങ്ങ് ഫുൾ ഓൺ ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഈ ഫുൾ ഓൺ ആയിട്ടിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ മെഡിസിന്, എഞ്ചിനീയറിങ്ങിന് അല്ലെങ്കിൽ നിങ്ങൾ മറ്റു കോഴ്സിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം ഒഴിഞ്ഞ് കുറേ നേരം ഇരിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അതേന്നോ അല്ലെന്നോ പറയണം. കാരണം ഞാനും കുറച്ചുനാൾ അധ്യാപികയായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആണോ? നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് നിങ്ങളോട് പറയും, നമുക്ക് ഈ 6-7 മണിക്കൂർ ഉറങ്ങാതിരുന്ന് പഠിക്കണം, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഓൺ ആയിട്ടിരിക്കാൻ ഒരു സാധനമുണ്ട്. ഈ MDMA എന്നൊക്കെ വാർത്തയിൽ വായിക്കുമെന്നല്ല, ഞാൻ ആ സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കില്ല. അപ്പോൾ ഈ ഫുൾ ഓൺ ആയിട്ടിരിക്കാൻ നമ്മൾ ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 7 വർഷം കൊണ്ട് നമ്മൾ ഓഫായി പോകും. അതിനു മുമ്പുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ, ബോധമില്ലായ്മ വേറെ, ഫോക്കസ് ലഭിക്കാത്തത് വേറെ. പക്ഷെ 7 വർഷം കൊണ്ട് നമ്മൾ ഇല്ലാതായി പോകും. നമ്മുടെ സ്ഥാനം പിന്നെ ഏതെങ്കിലും സെമിത്തേരിയിലായിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രീയമായി പഠിച്ചതിന് ശേഷം ആരോഗ്യ വിദഗ്ധർ പറയുന്നതാണ്. അതുകൊണ്ട് അത്തരം ലഹരിക്ക് പിന്നാലെ ഒരു കാരണവശാലും പോകരുത്. നമ്മുടെയൊക്കെ ഏറ്റവും സുരക്ഷിതമായ സേഫസ്റ്റ് പ്ലേസ് ഏതാണ്? കാർത്തിക് ഇവിടെ ഉണ്ടോ? കാർത്തിക് ഇപ്പൊ പുരസ്കാരം വാങ്ങിച്ചിട്ട് പോയ മോൻ, കാർത്തിക് മോനെ, നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാ? നമ്മുടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും പറയാമോ നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട് സമാധാനമായിട്ട് നമ്മൾ ഇരിക്കുന്ന എവിടെയാ? നമ്മുടെയൊക്കെ വീട്ടില്. പക്ഷെ ആ വീടുകളിൽ ഇപ്പൊ സുരക്ഷിതത്വമില്ല. കാരണം എന്താണ്? ഇപ്പൊ പല വീടുകളിൽ എല്ലാ ദിവസവും ഒരു ബുള്ളറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ക്രൈം വാർത്തയാ. അമ്മയെ മകൻ കൊന്നു, അച്ഛനെ മകൻ കൊന്നു, മകൻ അച്ഛനെ കൊന്നു. ഇതിനെയൊക്കെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലഹരി ഉപയോഗം നമുക്ക് കാണാം. അപ്പൊ ലഹരി അധിഷ്ഠിത അക്രമങ്ങളൊന്നും, ലഹരി ഉപയോഗിക്കാതെയുള്ള അക്രമങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള അക്രമങ്ങളാണ് 80%-ലേറെയുമെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നുണ്ട്. അപ്പൊ SKN സാർ നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ്: ഒരിക്കലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവര്, നമ്മളെക്കാൾ ഇളയവര്, ഇവരെ ഒന്നും നമുക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ ഏതോ ഒരു സിനിമയിൽ, മിന്നാര സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങ് ജപ്പാനിൽ അച്ഛനെ അളിയാന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നീ നിന്റെ അച്ഛനെ അളിയാന്ന് വിളിക്കുമോന്ന്. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ഛനെ അളിയാന്ന് വിളിക്കാൻ തോന്നും, അമ്മയെ ഹായ്മ പൂക്കി എന്ന് വിളിക്കാൻ തോന്നും. അപ്പൊ അത്തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാവാതിരിക്കട്ടെ. നല്ല ബോധമുള്ള ഒരു തലമുറയായി, സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന കുട്ടികളായി, നല്ല മനുഷ്യരായി നിങ്ങൾ വളരാനിടയാക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.